ദേ ചാരി, നീ കുറേ നാളായിട്ട് എൻ്റെ ചെവി തിന്നാനായിട്ട് തുടങ്ങിയത്. ചെവി മാത്രമല്ലടോ, തൻ്റെ തലയും മാത്രമല്ല, തൻ്റെ ശരീരം മൊത്തത്തിൽ തിന്നാനാ തോന്നുന്നത് എനിക്ക്. ഒരിക്കൽ ഞാൻ തലമണ്ട അടിച്ചു പൊട്ടിച്ചത് തനിക്ക് ഓർമ്മയുണ്ടല്ലോ. ഇനിയുണ്ടല്ലോ തൻ്റെ കഴുത്താണ് ഞാൻ വെട്ടാൻ പോകുന്നത്. അയ്യോ, അങ്ങനെ നമ്മുടെ ശാരിയും നമ്മുടെ ബഹാസുരനും തമ്മിൽ നല്ലൊരു യുദ്ധം നടക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടായിരിക്കും ഇവരിങ്ങനെ എപ്പോഴും യുദ്ധം ചെയ്യുന്നത് എന്നൊക്കെ നിങ്ങൾക്കൊക്കെ സംശയം ഉണ്ടാവും. അപ്പം നമുക്കതൊക്കെ പറയാം. അതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ എപ്പിസോഡിൻ്റെ റിവ്യൂവിലേക്ക് പോകാം. ഇതെന്ന് വെച്ചാൽ 20-ാം തീയതിയിലെ എപ്പിസോഡ്, ഇന്നലത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കിരൺ വരെയാണ്. അപ്പോൾ നമ്മുടെ കിരണും കല്യാണിയും കൂടിയുണ്ട്. അപ്പോൾ ആ സമയത്തിന് കല്യാണിയോട് കിരൺ പറയുകയാണ്, നമുക്ക് ഒരുമിച്ച് പോയിട്ട് പുറത്ത് പോയിട്ട് കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തിട്ട് വരാം. നിനക്ക് ഈ പറയുന്ന പോലെ ഡൽഹിയിൽ പോകാനുള്ളതാണല്ലോ, ഒരു ഇൻ്റർനാഷണൽ കമ്പനിയുമായിട്ടുള്ള ഒരു സ്വീകരണം ഉണ്ടല്ലോ നമ്മുടെ കല്യാണിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന. അപ്പോൾ അതിന് ധരിക്കാനായിട്ട് കുറച്ച് നല്ല ഡ്രസ്സൊക്കെ എടുക്കാൻ പോകാമെന്ന് പറയുകയാണ്. അപ്പോൾ നമ്മുടെ കല്യാണിക്കാണെങ്കിൽ നല്ല സങ്കടമുണ്ട്, കിരണിനെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകാൻ പറ്റുന്നില്ല. അതേക്കുറിച്ചാണ് നമുക്ക് എപ്പിസോഡിലേക്ക് പറയാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ കിരൺ പറയുകയാണ് കല്യാണിയോട്, കല്യാണി, ഒരു ഇൻ്റർനാഷണൽ ഫിഗർ ആവാനുള്ള അവസരം നീ ആയിട്ട് മിസ് ചെയ്യരുത്. പിന്നെ എനിക്കിപ്പോൾ എന്തായാലും ഒരു 3-4 ദിവസത്തേക്ക് മാറി നിൽക്കാൻ പറ്റില്ല. കാരണം നല്ലൊരു കൊട്ടേഷനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് പോവാതിരിക്കാനൊന്നും പറ്റത്തില്ല. എന്തായാലും നിനക്ക് തനിച്ച് പോകാൻ പേടിയുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ കല്യാണി പറയണേ, ഇല്ല കിരണേട്ടാ, എനിക്കങ്ങനെ തനിച്ച് പോകാനുള്ള പേടിയൊന്നുമില്ല. പക്ഷേ എനിക്ക് കിരണേട്ടനെ പിരിഞ്ഞു പോകാനുള്ള വിഷമമാണ്. ഏയ്, അതൊന്നും താൻ വലിയ കാര്യമാക്കൊന്നും വേണ്ടല്ല, ആക്കൊന്നും വേണ്ട. പക്ഷേ ഇപ്പോൾ ഇവിടെ നിന്ന് താൻ ചെന്ന് കഴിഞ്ഞാലുണ്ടല്ലോ, അവിടെ നല്ലൊരു പെയിൻറ്റിങ് കോമ്പറ്റീഷൻ കൂടിയുണ്ട്. എനിക്ക് ഉറപ്പുണ്ട് താൻ മുന്നിൽ തന്നെ എത്തും. അപ്പോൾ കല്യാണി പറയണേ, കിരണേട്ടൻ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് സത്യത്തിൽ എന്താ പറയുന്നത്, കിരണേട്ടൻ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കൊരു ആത്മവിശ്വാസം കിട്ടിയാനേ. സത്യം പറഞ്ഞാൽ നമ്മൾ ഒരുമിച്ചതിന് ശേഷം ഇതുവരെ ഒരു ദിവസം പോലും പിരിഞ്ഞിരുന്നിട്ടില്ലല്ലോ, അതിൻ്റെ ഒരു നല്ല സങ്കടമുണ്ട് എനിക്ക്. അപ്പോൾ കിരൺ പറയണേ, എൻ്റെ കല്യാണി, ഒരാഴ്ചത്തെ കാര്യമല്ലേ ഉള്ളൂ, ഇങ്ങനെയൊക്കെ ചിന്തിച്ചാൽ പിന്നെ എങ്ങനെയാണ്? അപ്പോൾ കല്യാണി പറയണേ, ഒരാഴ്ചയാണെങ്കിലും എനിക്കത് ചിന്തിക്കാനേ പറ്റുന്നില്ല കിരണേട്ടാ. ഇത് ഞാൻ വേണ്ടെന്ന് വെച്ചാലോ? ഏയ്, അതൊന്നും പറ്റില്ല കല്യാണി, നീ എല്ലായിടത്തും വിജയിക്കണം, അതാണ് കല്യാണി എൻ്റെ സ്വപ്നം. പിന്നീട് അങ്ങനെയൊക്കെ പറഞ്ഞാൽ പറ്റില്ല കിരണേട്ടാ. ഇപ്പോൾ എൻ്റെ ആ ശബ്ദം കിട്ടാനുള്ള ആ ഒരു സർജറി നടന്ന സമയത്ത് പോലും കിരണേട്ടൻ എനിക്ക് ഒപ്പം ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് എനിക്കെന്തോ പോലെ. അപ്പോൾ കിരൺ പറയണം, അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല, എൻ്റെ കല്യാണി എല്ലായിടത്തും മത്സരിക്കണം, അവിടെ എല്ലാം കല്യാണി ഒന്നാമതെത്തുകയും വേണം, അതാണ് കല്യാണി എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ അതേസമയത്ത് നമ്മുടെ സരയുവാണെങ്കിൽ കുഞ്ഞുടുപ്പുകളൊക്കെ തയ്ക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ശാരി അങ്ങോട്ടേക്ക് ചെന്നിട്ട് പറയണം, ആഹാ, മോള് കുഞ്ഞുടുപ്പ് തയ്ക്കുകയായിരുന്നോ? അമ്മയും ഇതുപോലെയൊക്കെ തന്നെയായിരുന്നു. മോളുടെ കുഞ്ഞിലെ ധാരാളം കുഞ്ഞുടുപ്പുകളൊക്കെ അമ്മയുടെ കൈകൊണ്ട് തയ്ക്കുകയായിരുന്നു. പിന്നെ കൂടുതലും കുഞ്ഞുടുപ്പുകൾ മേടിക്കാനായിട്ട് നിൽക്കില്ലായിരുന്നു, തച്ച് തന്നെയായിരുന്നു എടുക്കുന്നത് അന്നൊക്കെ. പിന്നെ രൂപ നന്നായിട്ട് തയ്ക്കുമായിരുന്നു, രൂപ മെനക്കെട്ടിരുന്ന് മോക്കായിട്ട് നല്ല നല്ല ഉടുപ്പുകൾ തച്ച് തരുമായിരുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ നമ്മുടെ സരയു പറയണ, അതെ അമ്മേ, ഇന്നത്തെ കാലത്ത് ഇപ്പോൾ കുഞ്ഞുടുപ്പുകളൊന്നും ആരും തയ്ച്ചൊന്നും ഉപയോഗിക്കില്ലല്ലോ, എല്ലാം റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കുകയല്ലേ ചെയ്യുന്നത്. പിന്നെ വെറുതെ ഇരുന്നപ്പോൾ എനിക്കൊരു കൊതിയായി, മുഷിഞ്ഞപ്പോൾ ഞാൻ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ തച്ച് വെക്കാമെന്ന് വിചാരിച്ചു എന്ന് പറയണം. പണ്ട് രൂപ എപ്പോഴും നിനക്ക് വേണ്ടിയിട്ട് സമയം മാറ്റി വയ്ക്കുമായിരുന്നു, എപ്പോഴും ഇതുപോലെ ഓരോരോ കുഞ്ഞുടുപ്പുകളും കാര്യങ്ങളും ഒക്കെ തച്ചുകൊണ്ടേ ഇരിക്കുമായിരുന്നു. ഓ, ആ ആൻറ്റിക്കാ ഇപ്പോൾ ഈ മോളെ വേണ്ടാത്തത്. പണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം അമ്മേ, ഞാനെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമായിരുന്നു ആൻറ്റിക്ക്. ഇപ്പം ആ ഇഷ്ടമൊക്കെ അങ്ങ് പോയി, ഇപ്പോൾ എന്നെ കാണുന്നത് പോലും ആൻറ്റിക്ക് കലിയ എന്നിങ്ങനെ പറയുകയാണ്. അതേസമയം എന്നെ പൊന്നു പോലെ എൻ്റെ അമ്മയെക്കാളേറെ എന്നെ സ്നേഹിച്ചുകൊണ്ട് കിടന്ന ആൻറ്റിക്ക് ഇപ്പം എന്നെ വേണ്ട. എന്നാൽ എവിടെ കിടന്ന ഒരുത്തിയുണ്ടല്ലോ, അവള്, ആ താര, അവൾ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ അവളുടെ മോളാണെന്നും പറഞ്ഞ് കിടന്ന് അലയാണ്. അതാണ് അമ്മ എനിക്ക് മനസ്സിലാവാത്തത്. സാധാരണ ചിലപ്പോൾ അച്ഛൻ മാറിപ്പോയി എന്നൊക്കെ ആളുകൾ പറയുന്നത് കേൾക്കാം, ഈ കുഞ്ഞിൻ്റെ അച്ഛൻ വേറൊരാളായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ. പക്ഷെ അമ്മമാരെങ്ങനെയാണ് മാറാൻ പറ്റുന്നത്? പ്രസവിക്കുന്ന അമ്മ തന്നെയല്ലേ കുഞ്ഞിൻ്റെ അമ്മ. അതെങ്ങനെയാണ് അമ്മ? എനിക്കൊരിക്കലും ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്താ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ പറയുന്നതിൻ്റെ കാര്യം എന്താണമ്മേ? അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ ശാരിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യണത് കേൾക്കുമ്പോൾ ശാരി പറയണേ, എൻ്റെ മോളെ, നീ അവൾ പറയുന്നതൊന്നും കാര്യമാക്കണ്ട. പിന്നെ അപ്പുറത്തെ വീട്ടിലുള്ള 2 ഉണ്ടല്ലോ, അവരാണ് അവളെ
അവളെ ഇളക്കി വിടുന്നത്. മോൾ അതൊന്നും ശ്രദ്ധിക്കണ്ട, അവൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോട്ടെ. അമ്മയുടെ ഈ മൗനമാണ് എനിക്ക് മനസ്സിലാവാത്തത്. സത്യം പറഞ്ഞാലുണ്ടല്ലോ, അമ്മയുടെ പഴയ സ്വഭാവത്തിലാണെങ്കിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞു വരുമ്പോൾ അമ്മയായിരുന്നു ശരിക്കും പ്രതികരിക്കേണ്ടിയിരിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ എന്ത് പറഞ്ഞാലും അമ്മ ഒരു തണുപ്പം മട്ട, അതാ എനിക്ക് മനസ്സിലാവാത്തത്. പോട്ടെ മോളെ, ആരോ എന്തോ പറഞ്ഞോട്ടെ, എനിക്കറിയാമല്ലോ മോൾ എൻ്റേതാണെന്ന്. അതുപോലെ മോക്കും അറിയാം ഞാൻ മോളുടെ അമ്മയാണെന്ന്. പിന്നെ എന്താ പ്രശ്നം? പിന്നീട് നമ്മൾ ഇനി അധികം നാളൊന്നും ഇവിടെ ഉണ്ടാവില്ലല്ലോ മോളെ. മോള് എത്രയും പെട്ടെന്ന് മനുമോനോട് പറ, നമുക്ക് അമേരിക്കയിൽ പോകാനുള്ള എല്ലാ കാര്യങ്ങളും സെറ്റാക്കാനായിട്ട് പറ എന്നിങ്ങനെ പറയണം. അപ്പോൾ സരയ് പറയുകയാണ്, അത് എങ്ങനെ അമ്മേ? അത് ഞാൻ പലവട്ടം മനുവേട്ടനോട് പറഞ്ഞു. അപ്പോൾ മനുവേട്ടൻ പറഞ്ഞത് എന്താണെന്നറിയാമോ? ഇപ്പം ഞാൻ ഗർഭിണിയല്ലേ, അപ്പോൾ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഫ്ലൈറ്റ് ഇങ്ങനെ പൊങ്ങിപ്പോവില്ലേ, അപ്പോൾ അത് വയറ്റിനുള്ളിൽ കിടക്കുന്ന കുഞ്ഞിന് ദോഷമാണെന്നാണ് മനുവേട്ടൻ പറഞ്ഞത്. അതുമാത്രമല്ല, അതുകൊണ്ട് തന്നെ പ്രസവമൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്നെയും കുഞ്ഞിനെയും കൂടി കൊണ്ടുപോകത്തക്ക രീതിയിലുള്ള ഒരു ഫ്ലൈറ്റാണ് മനുവേട്ടൻ നോക്കുന്നതെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയായാലും ഉടനെയൊന്നും അത് നടക്കുമെന്ന് തോന്നുന്നില്ല അമ്മേ. എന്തായാലും എൻ്റെ പ്രസവം ഇവിടെ വെച്ചേ നടക്കുള്ളൂന്നാണ് മനുവേട്ടൻ പറയുന്നത്. എന്തെങ്കിലും ആവട്ടെ മോളെ, എന്തായാലും ഒരു 5-6 മാസം കഴിയുമ്പോൾ കാര്യം നടക്കുമല്ലോ. ആ സമയത്ത് മോള് എങ്ങനെയെങ്കിലും മനുവിനോട് പറഞ്ഞ് എത്രയും പെട്ടെന്ന് നമുക്ക് പോവാനുള്ളൊരു കാര്യം ഒരു ഇത് നോക്കണം എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് നമ്മുടെ ശാരി പറയുകയാണ്, അത് മാത്രമല്ല മോളെ, നമ്മൾ പോകുന്ന സമയത്തുണ്ടല്ലോ അങ്ങേരെ ആ തലയ്ക്ക് സുഖമില്ലാത്ത മനുഷ്യനെ അയാളെ കൊണ്ടുപോവണ്ട, അയാളെ നമുക്ക് ഇവിടെ ഇട്ടിട്ട് പോയാൽ മതി. അതല്ലെങ്കിലുണ്ടല്ലോ ഏതെങ്കിലും പ്രാന്താശുപത്രി കൊണ്ട് കളഞ്ഞിട്ട് പോവാം. അങ്ങനെ ഒരു മുതലിനെയും കൊണ്ട് പോകാനായിട്ട് നിൽക്കരുത് എന്ന് പറയുകയാണ്. അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ രാഹുൽ അങ്ങോട്ടേക്ക് കയറി വരികയാണ്. അപ്പോൾ തന്നെ ശാരി പറയണത്, ദേ വന്നു, ഇങ്ങനെയൊക്കെ 100 ആയുസാ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ രാഹുൽ അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ്, നമ്മുടെ സരയ് നോക്കുകയാണ്. എന്നിട്ട് സരയ് ചോദിക്കണം, അച്ഛ മനുവേട്ടൻ എന്തി അച്ഛാ എന്നിങ്ങനെ ചോദിക്കണം. അവ അവിടെ കിടപ്പുണ്ട്. എന്താ അച്ഛാ, അച്ഛൻ എന്താ ഈ പറയുന്നത്? അച്ഛൻ എന്താ ചെയ്തേ എൻ്റെ മനുവേട്ടനെ? എന്താ ചെയ്തേന്ന്? അപ്പോൾ ഉടനെ രാഹുൽ പറയണേ, ഞാൻ എന്ത് ചെയ്യാനാണ് നിൻ്റെ മനുവേട്ടനെ? എങ്കിൽ പിന്നെ മനുവേട്ടൻ എന്ത് ചെയ്യും? നിങ്ങൾ രണ്ടാളും കൂടിയല്ലേ അങ്ങോട്ടേക്ക് പോയത്? അപ്പോൾ ഉടനെ ശാരി വന്നിട്ട് ചോദിക്കണം, നിങ്ങൾ എൻ്റെ മനുമോനെ എന്താ ചെയ്തത്? നിങ്ങൾ എന്താ ചെയ്തതെന്ന്? നിങ്ങൾ എൻ്റെ മനുമോനെ തല്ലിക്കൊന്നോ എന്നിങ്ങനെ ചോദിക്കണം. എടി ഞാൻ എന്തിനാ അവനെ തല്ലിക്കൊല്ലുന്നത്? എനിക്ക് വേറെ പണിയൊന്നുമില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ സരയ് പറയണം, അച്ഛൻ കളിക്കാതെ കാര്യം പറ, മനുവേട്ടൻ എന്ത് ചെയ്യും? എൻ്റെ മോളെ, അവനുണ്ടല്ലോ ജർമ്മനിയിൽ നിന്ന് കുറച്ച് ഫ്രണ്ട്സൊക്കെ അവിടെ വന്നിട്ടുണ്ട്, അവൻ്റെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ. അവരുടെ കൂടെ പലതരത്തിലുള്ള ചർച്ചകളിൽ ഏർപ്പെട്ട് അവിടെ നിൽപ്പുണ്ട്. പിന്നെ അവരുടെ കൂട്ടത്തിൽ ജർമ്മനിയിൽ നിന്ന് വന്ന സുന്ദരിമാരായ മദാമ്മമാരും ഉണ്ട് എന്നിങ്ങനെ പറയണ്. അപ്പോൾ സരയ് പറയണ, അങ്ങനെ സുന്ദരിമാരായ മദാമ്മമാരെന്ന് പറഞ്ഞിട്ട് അച്ഛൻ എൻ്റെ മനസ്സിളക്കാനൊന്നും നോക്കണ്ട. എൻ്റെ മനുവേട്ടനെ പറ്റി ആരെന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല. എൻ്റെ മനുവേട്ടനെ അങ്ങനെ പെൺകുട്ടികളോടൊന്നും അങ്ങനെ പ്രത്യേകിച്ച് താല്പര്യമൊന്നുമുള്ള ആളൊന്നുമല്ല, നല്ല സ്വഭാവമുള്ള ആളാണ്. അപ്പോൾ ഉടനെ തന്നെ ശാരി പറയുകയാണ്, ഇങ്ങേരെ വിചാരം ഉണ്ടല്ലോ, എല്ലാവരും ഇങ്ങനെ കിടക്കാണെന്നാണ് ഇങ്ങേര് വിചാരിച്ച് വെച്ചിരിക്കുന്നത് എന്ന് പറയുകയാണ്. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ രാഹുൽ ചോദിക്കണേ, എടി എൻ്റെ സ്വഭാവത്തിന് എന്താ കുഴപ്പം? പിന്നെ അങ്ങ് നല്ല സ്വഭാവമില്ലേ, അങ്ങ് പറഞ്ഞാലും മതി, എന്നെക്കൊണ്ടൊന്ന് പറയിക്കരുത് കേട്ടോ. അപ്പോൾ ഉടനെ നമ്മുടെ ബഹാസിനും പറയണേ, എന്താ പറഞ്ഞാൽ നീ കുറേ നാളായിട്ട് എൻ്റെ ചെവി തിന്നാനായിട്ട് ഇരിക്കുകയായിരുന്നു എന്നിട്ട് ഞാൻ സഹിക്കുകയാണ്. പക്ഷേ ഇനിയുണ്ടല്ലോ എനിക്ക് സഹിക്കാൻ പറ്റില്ല. പിന്നെ തൻ്റെ ചെവി മാത്രമല്ലടോ, തൻ്റെ ശരീരം മൊത്തത്തിൽ തിന്നേണ്ട സമയം കഴിഞ്ഞു എന്ന് പറയണം. അപ്പോൾ നമ്മുടെ ബഹാസിനും പറയണ, മോളെ എനിക്ക് ഒരു കുഴപ്പമില്ല, സത്യം പറഞ്ഞാലുണ്ടല്ലോ എനിക്ക് ഭ്രാന്തുമില്ല ഒന്നുമില്ല. നിങ്ങളൊക്കെ കൂടി ചെന്ന് എന്നെ ഭ്രാന്താശുപത്രി കൊണ്ടുപോയിട്ട് തലയിൽ ഷോക്ക് അടുപ്പിച്ച് എൻ്റെ ഒരു മന്ദതയുണ്ട്, അല്ലാതെ എനിക്ക് ഒരു പ്രശ്നവുമില്ല എന്ന് പറയണം. അപ്പോൾ അങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ ശാരി പറയണം, പിന്നെ നിങ്ങളെ ആശുപത്രി കൊണ്ടുവന്നിട്ടേ വെറുതെ ഒന്നും അല്ല ഷോക്ക് അടിപ്പിച്ചത്, നിങ്ങളെ തലയ്ക്ക് മുഴുത്ത വട്ടായിട്ട് തന്നെയാണ്. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിങ്ങളുടെ ഈ കയ്യിരിപ്പും കൊണ്ടുണ്ടല്ലോ നിങ്ങൾ അടങ്ങി ഒതുങ്ങി എവിടെയെങ്കിലും പോയിരുന്നു വേണം, അല്ലാതെ മനുമോൻ്റെ പിന്നാലെ നടന്ന് ശല്യപ്പെടുത്തരുത് എന്ന് പറയുകയാണ്. അപ്പോൾ ഉടനെ തന്നെ രാഹുൽ പറയണ്, എടി നീ അടങ്ങിയിരുന്നോ, കുറേ നാളായിട്ട് നീ പറയുന്നതൊക്കെ കേട്ട് ഞാൻ മിണ്ടാതിരിക്കുകയായിരുന്നു, നീ ഇനി എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ ഞാൻ നിന്നെ കടിച്ച് കീറും എന്ന് പറയാണ്. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ ശാരി പറഞ്ഞു, ഇങ്ങ് വന്നേരെ, ഒരിക്കൽ ഞാൻ തലമണ്ട അടിച്ച് പൊട്ടിച്ചത് നിങ്ങൾക്കറിയാലോ, ഇനി വന്നാലുണ്ടല്ലോ തലമണ്ട അടിച്ച് പൊട്ടിക്കുകയല്ല ചെയ്യുന്നത്, നിങ്ങളെ ഞാൻ കഴുത്തിന് വെട്ടും എന്ന് പറയാണ്. അപ്പോൾ തന്നെ ഇങ്ങനെ രാഹുൽ ഇങ്ങനെ കേട്ടുകൊണ്ട് ഇരുന്നിട്ടാണ്,
ഇവളുടെ കാര്യം എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് സരയ് ചോദിക്കണം, അല്ല അച്ഛാ, മനുവേട്ടനെ ഇടയ്ക്ക് ഞാൻ വിളിച്ചപ്പോൾ കിട്ടിയിരുന്നതേ ഇല്ല, പിന്നെ എപ്പോഴും അച്ഛനെ വിളിച്ചപ്പോഴത്തേക്ക് മനുവേട്ടൻ്റെ അവിടെ അവിടെ എന്തോ ബഹളം പോലെയൊക്കെ തോന്നിയല്ലോ കോള് വിളിച്ചപ്പോഴത്തേക്ക് എന്ന് പറയണം. അപ്പോൾ ഉടനെ രാഹുൽ പറയണം, ആ അതെന്താണെന്ന് വെച്ചാലേ അവിടെ കുറേ ആളുകളൊക്കെ ഉണ്ടായിരുന്നല്ലോ, അവരുടെയൊക്കെ ഒച്ചയാണ്. അതെന്താ എന്നാലും അത്രയേറെ ഒച്ച? എൻ്റെ മോളെ, നമ്മളവിടെ ഒരു മീറ്റിങ്ങിനായിട്ട് പോയ സമയത്താണ് പെട്ടെന്ന് മനുമോൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണത്തിനായിട്ട് പോവേണ്ടി വന്നു. അവിടെ ചെന്നപ്പോൾ വിവാഹ സ്ഥലമല്ലേ, അവിടെ ആ ഒരു ഇതൊക്കെയാണ്, അല്ലാതെ വേറൊന്നുമല്ല എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് സരയ് പറയണം, പക്ഷേ മനുവേട്ടനെ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത് എന്താണ് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ എന്താണ് രാഹുൽ പറയണം, അവനെ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത് എന്താണെന്ന് വെച്ചാൽ അവനതിൻ്റേതായിട്ടുള്ള തിരക്കുകളൊക്കെ ഇല്ലേ, അതുകൊണ്ടാണ് എടുക്കാത്തത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉടനെ തന്നെ രാഹുൽ പറയാണ്, ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ ഞാൻ അവിടെ തന്നെ നിന്നതാണ്, പിന്നെ കുറേ സമയം കഴിഞ്ഞപ്പോൾ അവൻ എന്നോട് പറഞ്ഞു വീട്ടിലേക്ക് പോവാൻ. അപ്പോൾ ഉടനെ ശാരി പറയണേ, ഓ അവൻ എങ്ങനെ പറയാതിരിക്കും, അവിടെ നിന്നിട്ടേ ഇങ്ങേര് വല്ല പിച്ചിമ്പയും പറഞ്ഞിട്ടുണ്ടാവും, അത് മനുവേട്ടന് നാണക്കേടല്ലേ, മനുമോന് നാണക്കേടല്ലേ, അതുകൊണ്ട് അവൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും ഇങ്ങേരോട് പോവാൻ. എടി, ഞാൻ എന്തിനാ പിച്ചിമ്പയും പറയുന്നത്, എനിക്ക് ഒരു കുഴപ്പമില്ല, ഞാൻ നല്ലപോലെ തന്നെയാണ് സംസാരിക്കുന്നത്, ഇവിടെ കുഴപ്പമുള്ളതേ നിങ്ങൾക്കൊക്കെയാണ് എന്നിങ്ങനെ പറയാണ്. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ ശാരി പറയാണ്, കുറച്ച് കഴിയുമ്പോഴുണ്ടല്ലോ ഞങ്ങളെല്ലാവരും കൂടി അമേരിക്കയിലേക്ക് പോവും, അപ്പോഴേ നിങ്ങളിവിടെ ഒറ്റയ്ക്ക് കഴിയേണ്ടി വരും, അപ്പോൾ നിങ്ങൾക്കുള്ള തലയ്ക്കുള്ള വട്ടെല്ലാം മാറിക്കോളും എന്ന് പറയാണ്. അപ്പോൾ ഉടനെ തന്നെ രാഹുൽ പറയണം, പോവും എടി, നീ നിൻ്റെ മോളുമേ എങ്ങും പോവാൻ പോകുന്നില്ല, നിങ്ങളൊക്കെ ഇവിടെ തന്നെ കിടക്കും. അപ്പോൾ ഉടനെ ശാരി പറയണം, നിങ്ങളെ ഈ വർത്തമാനം കേൾക്കുമ്പോഴുണ്ടല്ലോ എനിക്ക് കലിയേറി വരികയാണ് എന്നിങ്ങനെ പറയാണ്. അപ്പോൾ രാഹുൽ പറയാണ്, ഈ തലയ്ക്ക് സുഖമില്ലാത്ത എന്നെ എപ്പോഴും നിങ്ങൾ എന്തിനാ ഇങ്ങനെ വട്ടനെന്ന് പറയുന്നത്, എനിക്ക് ഒരു കുഴപ്പമില്ലടി, ഇനി വട്ട് പിടിക്കാൻ പോകുന്നതേ നിനക്ക് നിൻ്റെ ഈ നിൽക്കുന്ന മോക്കുവാ, അല്ലാതെ വേറെ ആർക്കുമല്ല എന്ന് പറയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് ശാരി പറയണേ, ദേ മനുഷ്യ, ഈ നിങ്ങളുടെ പ്രാന്തം കൊണ്ട് നിങ്ങൾ ഒരിടത്ത് പോയി ഇരുന്നോളണം കേട്ടോ, നിങ്ങളുടെ ഈ വട്ടാണ് എനിക്ക് പിടിക്കാത്തത്, ഭ്രാന്തൻ പറയുന്ന കേട്ടില്ലേ എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ എന്താണ് രാഹുൽ പറയാണ്, ഞാൻ പറയുന്ന ഭ്രാന്താണെന്ന് പറഞ്ഞേ നീയൊക്കെ ഇരുന്നോ, ഇതിൻ്റെയൊക്കെ പാടേ നിങ്ങൾക്ക് പിന്നെ മനസ്സിലാവും എന്ന് പറഞ്ഞിട്ട് രാഹുൽ അങ്ങ് കയറി പോവുകയാണ്. എന്നിട്ട് രാഹുൽ പറഞ്ഞിട്ട് പോവുകയാണ്, പിന്നെ നിൻ്റെ ഭർത്താവിനെ ഉണ്ടല്ലോ നീ ഏതെങ്കിലും ഇൻ്റലിജൻസ് ബ്യൂറോയിൽ ചേർക്കാനായിട്ട് പറയുകയാണ്, ഇൻ്റലിജൻസ് വകുപ്പിൻ്റെ മേധാവിയാക്കാനായിട്ട് പറയുകയാണ്. കുറ്റാന്വേഷണങ്ങളിലൊക്കെ കണ്ടുപിടിക്കാനൊക്കെ അവന് നല്ല ഒരു ഇതാണ്, കാരണം അവൻ്റെ മൈൻഡ് ഉണ്ടല്ലോ ഒരുപാട് എന്താ പറയുന്നത്, അവൻ്റെ മൈൻഡ് ഭയങ്കര ഷാർപ്പാണെന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് നമ്മുടെ ബഹാസുരനെ അങ്ങ് പോവുകയാണ്. അപ്പോൾ ഒന്നും മനസ്സിലാവുന്നില്ല, ആകെപ്പാടെ ഒരു പുകമയം, ഒരു ജപജപയായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്, ഒന്നും മനസ്സിലാവുന്നില്ല ശാരിക്കും നമ്മുടെ സരയുവിനും ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ സരയു ചോദിക്കണം, അതെന്താമ്മേ ഈ ഇൻ്റലിജൻസ് വകുപ്പിൻ്റെ കാര്യമൊക്കെ അച്ഛൻ പറഞ്ഞത്, മോളെ അങ്ങേർക്ക് വട്ടാണെന്ന് നിനക്കറിയില്ലേ, നീ അതൊക്കെ അങ്ങ് വിട്ടേരെ എന്നിങ്ങനെ പറയുകയാണ്. അതേസമയത്ത് പിന്നീടെന്ന് വെച്ചാൽ നമ്മുടെ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മനോഹർ ഇങ്ങനെ മുറിയിലിരിക്കുകയാണ്, ബെഡ്റൂമിലിരിക്കുകയാണ്, പുള്ളിയുടെ ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കാനായിട്ട് കയ്യിലൊക്കെ കുറേ മുല്ലപ്പൂവൊക്കെ എടുത്ത് ഇങ്ങനെ ചുറ്റിക്കെട്ടി വച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നിഷ മന്ദം വരികയാണ്, നിഷയുടെ കയ്യിൽ പാൽ ഗ്ലാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മുടെ മനോഹർ വരുമ്പോഴത്തേക്ക് മോളു എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. അങ്ങനെ മോളു കൊണ്ടുവന്ന് പാല് കൊടുക്കുകയാണ്. അങ്ങനെ പാല് മേടിച്ചിട്ട് നമ്മുടെ മനോഹർ വാങ്ങിച്ചിട്ട് കുടിക്കുകയാണ്, പകുതി കുടിച്ചിട്ട് പകുതി നിഷയ്ക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് നിഷയോട് പറയുകയാണ്, മോളു സത്യം പറഞ്ഞാലുണ്ടല്ലോ എൻ്റെ ഈ പ്രായത്തിനെ അമ്മച്ചി ഞാൻ ഒരു പെൺകുട്ടികളെ പോലും നോക്കിയിട്ടില്ല, എനിക്ക് സത്യം പറഞ്ഞാലുണ്ടല്ലോ മോളു എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ പെണ്ണ് കാണുന്നത് മോളുവിനെയാണ്. അപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ എന്തോ അങ്ങ് കൊളുത്തി വലിച്ചു, എനിക്ക് നിന്നെ വിവാഹം കഴിക്കാതെ പറ്റില്ല എന്നായി. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ മാമ മരിച്ചിട്ട് പോലും ആ ഒരു പുലയും ചടങ്ങുകളും ഒക്കെ ഇട്ടിട്ട് ഞാൻ നിന്നെ കല്യാണം കഴിക്കാനായിട്ട് വന്നത്. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ നിന്നെ കല്യാണം കഴിച്ചതോടുകൂടി എൻ്റെ ജീവിതം ഉണ്ടല്ലോ എന്തൊക്കെയോ സംഭവിച്ചതുപോലെ എനിക്ക് തോന്നുകയാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്ക് ഉടനെ തന്നെ നിഷ പറയാണ്, ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ റോണിയേട്ടനെ വിവാഹം കഴിക്കാൻ ഭാഗ്യം വന്ന ഞാനാണ് ഏറ്റവും വലിയ ഭാഗ്യവതി എന്നിങ്ങനെ പറയണം. അപ്പോൾ മനോഹർ പറയണം, അതെ, അല്ല റോണിയേട്ടാ, ഇനി എന്നാ നമ്മൾ അമേരിക്കയിലേക്ക് പോവുക?
അയ്യോ മനോഹർ പെട്ട്. അപ്പോൾ മനോഹർ പറയണ അതൊക്കെ ഉടനെ പോവാൻ മോളൂ, ഇപ്പോൾ അവിടെ ചില വിസയുടെയും ഫ്ലൈറ്റിൻ്റെയൊക്കെ കുറേ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട്, ഉടനെ ഒന്നും പോകാൻ പറ്റില്ല. മാത്രമല്ല എൻ്റെ അമ്മാമ്മ മരിച്ചതിൻ്റെ കുറേ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പെళ్ళേ പോകാൻ പറ്റത്തുള്ളൂ. എന്തായാലും മോളൂനെയും കൊണ്ട് ഞാൻ നമുക്ക് വേറൊരു സ്ഥലത്ത് പോവാം, എന്തായാലും അമേരിക്ക വേണ്ട, അതല്ലാതെ നമുക്ക് എവിടെ പോവാം, സ്വിറ്റ്സർലൻഡിൽ പോയാലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ നിഷയാണെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നോക്കുമ്പോഴത്തേക്ക് മനോഹറിൻ്റെ ഫോണിൽ ബെല്ല് വരികയാണ്. അങ്ങനെ മനോഹർ ഇങ്ങനെ ഫോൺ എടുക്കുമ്പോഴത്തേക്ക് നോക്കുമ്പോൾ സരയുവിൻ്റെ കോളാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ മനോഹർ പറയാണ്, മോളു ആരോ എന്നെ വിളിച്ചു, എൻ്റെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട ആരൊക്കെയാണെന്ന് തോന്നുന്നു, ഞാൻ പോയി ഒന്ന് ഡീൽ ചെയ്തിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് മനോഹർ ഫോണും കൊണ്ട് പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ മാറി നിൽക്കുകയാണ്, പോയി താഴെ ഇറങ്ങി വരികയാണ്. അപ്പോഴത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഫോൺ എടുത്തിട്ട് നോക്കുമ്പോൾ നമ്മുടെ സരയുവാണ് വിളിക്കുന്നത്. അപ്പോൾ നോക്കുമ്പോഴത്തേക്ക് ഈശ്വര, ഇവളോട് എന്ത് പറയാനാണ് ഇപ്പോൾ ഒന്നും മിണ്ടാതെ അങ്ങ് വെക്കുകയാണെങ്കിൽ ഇവൾ വീണ്ടും വിളിച്ചുകൊണ്ടേയിരിക്കും. ഒരു കാര്യം ചെയ്യാം, ഒരു മെസ്സേജ് അയക്കാം, പിന്നീട് വിളിക്കാം എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയക്കാമെന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ മനോഹർ തിരിച്ച് മെസ്സേജ് നമ്മുടെ സരയുവിന് അയക്കുകയാണ്, ഞാൻ പിന്നീട് വിളിച്ചോളാം, ഫ്രീ ആകുമ്പോൾ വിളിച്ചോളാം എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് അയക്കുകയാണ്. അപ്പോൾ നമ്മുടെ സരയു ആ മെസ്സേജ് എടുത്ത് നോക്കുകയാണ്. നോക്കുമ്പോഴത്തേക്ക് സരയു വിചാരിക്കുകയാണ്, ഇതെന്താ മനുവേട്ടൻ എന്താ ഈ എഴുതിയിരിക്കുന്നത്, പിന്നീട് വിളിക്കാമെന്നാണല്ലോ. അപ്പോൾ എന്തോ മീറ്റിങ്ങിലാണ് പാവം മനുവേട്ടൻ, രാത്രിയും പകലും എപ്പോഴും മനുവേട്ടൻ ഇങ്ങനെ മീറ്റിങ്ങും കാര്യങ്ങളുമായിട്ട് നടക്കുകയാണല്ലോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നും പറഞ്ഞിട്ടിങ്ങനെ നമ്മുടെ സരയു ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ അതിനുശേഷം മനോഹർ നേരെ മുറിയിലേക്ക് പോവുകയാണ്. മനോഹർ മുറിയിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് നമ്മുടെ നിഷ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നിഷ ചോദിക്കുകയാണ്, എന്താ റോണി ഏട്ടാ, ആരാ വിളിച്ചത് എന്ന് പറഞ്ഞിട്ട് ചോദിക്കുകയാണ്. അപ്പോൾ പറയുകയാണ്, അത് എൻ്റെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരാളാണ് മോളൂ, അതുകൊണ്ടായിരുന്നു ഞാൻ ഫോൺ എടുക്കാനായിട്ട് ഞാൻ താഴേക്ക് പോയത്, പിന്നെ ബിസിനസ് കാര്യങ്ങൾ നമ്മൾ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ എന്താ പറയുന്നതെന്ന് വെച്ചാൽ അങ്ങനെ എപ്പിസോഡ് തീരുകയാണ്. എന്തായാലും നല്ലൊരു അടിപൊളി എപ്പിസോഡായിരുന്നു. അങ്ങനെ നമ്മുടെ മൗനരാഗം സീരിയലിൻ്റെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ട എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്തോളൂ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ അമർത്താൻ മറക്കരുത്. ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂവും പ്രൊമോ വീഡിയോയുമായിട്ടൊക്കെ വരാം. അതുവരെ എല്ലാവർക്കും ബൈ.